ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ബലിപെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും, ആഘോഷിക്കുന്ന എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ആക്ച്വലി ഓരോ ആഘോഷവും ഓരോ ഫെസ്റ്റിവൽ, എന്ത് തന്നെ ഫെസ്റ്റിവൽ ആയാലും ആരുടെ ആയാലും ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ യൂണിവേഴ്സിലേക്ക് ഒരു പോസിറ്റീവ് വൈബാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും അത് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ആ ഒരു പോസിറ്റീവ് വൈബ് ഫുൾ ഒരു നല്ലൊരു എനർജിയാണ് അല്ലേ? എല്ലാവർക്കും മനസ്സിൽ പ്രാർത്ഥന, മനസ്സിൽ വിശ്വാസങ്ങൾ, പ്രേയേഴ്സ്, കൂടുതൽ പ്രേയർ നടക്കുന്ന സമയങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അതിൽ യൂണിവേഴ്സിലേക്ക് എത്തുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജികളാണ്. സോ വളരെ നല്ല കാര്യമാണ് അങ്ങനത്തെ ദിവസങ്ങൾ. ഞാനത് എപ്പോഴും നമ്മൾ ഓരോ ആഘോഷം വരുമ്പോഴും കേട്ടോ, നമ്മൾ പറയാൻ മറക്കും ഞാൻ ചിലപ്പോൾ, പക്ഷെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും അതിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബ് അത് എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ജസ്റ്റ് ഈ 1-2 ദിവസത്തെ ഈ എനർജി നോക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, ഈ വരുന്ന കുറച്ച് ദിവസം എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാം. ഒരു ഐഡിയ, യൂണിവേഴ്സിൻ്റെ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത്? സ്റ്റാറാണ് ആദ്യം തന്നെ സ്റ്റാറാണ്. ക്വീൻ ഓഫ് എർത്ത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, 7 of fire, 10 of water, very nice. Release, 4 of water, king of earth, queen of earth, queen of earth. Okay, queen of water, page of earth. Okay, ഇവിടെ ഇന്നത്തെ എനർജി എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലേക്കുള്ളത് എന്ന രീതിയിൽ നിങ്ങൾക്ക് കണക്കാക്കാം. ഓക്കെ, നിങ്ങളിത് എപ്പോൾ വാച്ച് ചെയ്യുന്നു അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സമയങ്ങളിൽ നിങ്ങൾക്കിത് നടക്കുന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ. ഇന്നിപ്പോൾ ചിലപ്പോൾ ഈ ഒരു പെരുന്നാളിൻ്റെ കാരണമായിരിക്കാം വളരെ പോസിറ്റീവ് വൈബ് ഉണ്ട്. ഐ തിങ്ക് ഇന്നലെയും ഞാൻ ഗൈഡൻസിൽ പറഞ്ഞു നല്ല പോസിറ്റീവ് വൈബായിരുന്നു. മേ ബി ഇതിൻ്റെയൊക്കെ ആയിരിക്കാം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടുന്ന സമയമാണ്. പ്രതീക്ഷയുണ്ട്, നിങ്ങളോട് പ്രതീക്ഷ വെക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കും എന്ന രീതിയിലാണ് കാണുന്നത്. ഐ തിങ്ക് സെയിം എനർജിയാണ് വന്ന. മജീഷ്യൻ കാർഡായിരുന്നു അല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട്. ഓക്കെ, യെസ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം, നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്ന രീതിയിൽ. ക്വീൻ ഓഫ് എർത്ത് ആൻഡ് കിങ് ഓഫ് എർത്തും ഉണ്ട്. സോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജീസ് എടുക്കാം. ഒന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് നിങ്ങൾക്കൊരു കരിയറിൽ ഗ്രോത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമെന്നാണ്. ജോലി കിട്ടും, നല്ലൊരു പൊസിഷനിലേക്ക് എത്തും, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആകും എന്ന രീതിയിലൊക്കെ പറയാം. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ. ഓൾറെഡി പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ചെയ്യുക എന്നൊരു അഡ്വൈസായിട്ട് കൂടി എടുക്കാം. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു ഫൈനാൻഷ്യലിൻ്റെ ഒരു ഗ്രോത്ത് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ ആ കാർഡ് കാണുമ്പോൾ. ഓക്കെ, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും രണ്ടും ഉണ്ട് ഇവിടെ ഓൾറെഡി. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ഒരു ഇതിലേക്ക് എത്തുന്നതായിട്ട്, നിങ്ങളൊരു ജോലിയിലെ കരിയറിൽ നല്ല പ്രൊമോഷനൊക്കെ കിട്ടാനോ അല്ലെങ്കിൽ നല്ലൊരു വൈബ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. സോ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിരിക്കും ഈ സമയത്ത്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിനെ ട്രസ്റ്റ് ചെയ്യുക. ഈ ഇൻറ്റ്യൂഷൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് നമ്മളോട് ചില കാര്യങ്ങൾ പറയും, ഇങ്ങനെ ആയിരിക്കാം കാര്യങ്ങൾ എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന തോട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം എന്താണോ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ കയറി വരുന്നത് അത് കറക്റ്റാണ് എന്ന് നിങ്ങൾ അതിനെ തന്നെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും എന്താവും, നമ്മുടെ ലോജിക്ക് കയറി വരും. ഓക്കെ, ലോജിക്ക് കയറി വന്ന് നമ്മൾ അല്ല ഇങ്ങനെ ആയാലോ എന്ന രീതിക്ക് നമ്മുടെ നെക്സ്റ്റ് തോട്ട് ശരിയല്ല. അപ്പോൾ ആദ്യം വരുന്ന തോട്ട് എന്താണോ അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിലൊരു ട്രസ്റ്റ് വേണം. ഓക്കെ, യൂണിവേഴ്സിനോട് ഒരുപാട് കണക്റ്റ് ആവും വേണം. ഇവിടെ നിങ്ങളോട് പേഷ്യൻസ് വെക്കാൻ പറയുന്നുണ്ട് ചില കാര്യങ്ങളിൽ. ക്ഷമ, മേ ബി എന്താ പറയുക, എന്ന് വെച്ചാൽ ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന രീതിക്കും പറയാം. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആയിരിക്കും ഓൾറെഡി. കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട്, അതായത് നിങ്ങൾ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് വരുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അതിനുവേണ്ടി ചിലപ്പോൾ ചിലവർ സ്പിരിച്വൽ ഗ്രോത്തിലായിരിക്കാം, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ വഴിയിലായിരിക്കാം നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് 7 of fire ആക്ച്വലി ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വളരെ നല്ല കാര്യം. ആൻഡ് 10 of water പറയുമ്പോൾ നമ്മൾ ഫാമിലി എനിവേ ഇപ്പോൾ ഈ സെലിബ്രേഷൻ സമയം കൂടിയാണ്. സോ നിങ്ങൾ
സമയങ്ങൾ ഫാമിലിയുമായിട്ട് നല്ല ഹാപ്പി സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു ഇന്നത്തെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തെ ആയിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഇന്നലെ തൊട്ടേ നല്ല ആ എനർജി കാണുന്നുണ്ട്. സോ പ്രാർത്ഥിക്കുക, നിങ്ങൾ ആക്ച്വലി ആഗ്രഹിക്കുക, വിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിനോട് ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു സമയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിഷ് നിങ്ങൾ പറയാം, അത് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് യെസ് അഗെയിൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചില എൻഡിങ് ആവശ്യമാണ് നമ്മുടെ ലൈഫിൽ. ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് മാറ്റേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയേണ്ടതുണ്ട്. അത് കളയുമ്പോഴേ നിങ്ങൾക്ക് വേറെ നല്ലത് വരുള്ളൂ. ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഇതാണ്, നമ്മളിങ്ങനെ കയ്യിലുള്ള ആക്ച്വലി ഇവിടെ ഇല്ല. ഓക്കെ, നമ്മൾ കയ്യിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ പിടിച്ചു വെക്കും അല്ലേ. അതിപ്പോൾ ഒരു ശീലമാവാം, സ്വഭാവമാവാം, നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളാവാം, ഹാബിറ്റ്സ് എന്ന് പറയും, എന്തുമായിരിക്കും. നമ്മളിങ്ങനെ ചിലതിനെ മുറുകെ പിടിച്ചു വെക്കും. കാരണം നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ്, നമ്മുടെ അടുത്തുള്ളതാണ്, നമുക്കത് വിട്ട് കളയാൻ പേടിയാണ്, മാറ്റാൻ പേടിയാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ കൈ അടച്ചു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ബ്ലെസ്സിങ് ശരിക്കും നമുക്ക് കിട്ടാനുള്ള സ്പേസ് ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചിലത് ഒന്ന് വിട്ട് കളഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും നല്ല ബ്ലെസ്സിങ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ. ഓക്കെ, സോ റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ട് ചിലത്. അപ്പോൾ ചില എൻഡിങ്സ് ഇവിടെ നടന്നാൽ നിങ്ങളത് ടെൻഷൻ അടിക്കേണ്ട, കാരണം നിങ്ങൾക്ക് നല്ലത് വരാനുള്ളതാണ്. ഓക്കെ, ചില മാറ്റങ്ങൾ ആവശ്യമാണ്, ചില എൻഡിങ്സ് അവിടെ ആവശ്യമാണ്. ആ എൻഡിങ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അറ്റ്ലീസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ എൻഡിങ് വരുന്നത് നല്ല ഇനായിരിക്കും എന്ന രീതിയിൽ. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Cups ഉണ്ട്. യെസ്, നിങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കിട്ടാതെ പോയത്, ആ കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ഇവിടെ പിന്നിൽ നോക്കൂ, നല്ലൊരു ശരിക്കും എനർജി ഉണ്ട് ഇവിടെ. അതിനെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങൾ അത് കാണുന്നില്ല. ഓക്കെ, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ബിക്കോസ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും പാസ്റ്റിലേക്ക് നോക്കുകയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നോക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടാത്തതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നല്ല ബ്ലെസ്സിങ് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഓക്കെ, എന്തും വരുന്നത് കൈനീട്ടി സ്വീകരിക്കാം. ഓക്കെ, പോയത് പോയി. യെസ്, വിഷമം തന്നെയാണ്, സങ്കടം തന്നെയാണ്. പക്ഷെ ആ സങ്കടത്തിൽ മാത്രം ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അഗെയിൻ ഇവിടെയും ഇതും പറയുന്നത് നിങ്ങളൊരു സക്സസ്ഫുൾ ആവും എന്ന രീതിക്ക് തന്നെയാണ്. രണ്ടും നിങ്ങളുടെ എനർജി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്നും പറയാം. ഓക്കെ, പരസ്പരം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടിക്കലായ ഏതെങ്കിലും പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. നിങ്ങൾക്ക് ബോസ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, വീട്ടിലാരെങ്കിലും സീനിയർ ആയിരിക്കാം, വീട്ടിൽ ആരും ആവാം. ഓക്കെ, അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ ഇമോഷണൽ ആയിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ലവിങ് ഗിവിങ് അങ്ങനെ നേച്ചർ ആയിരിക്കാം, നിങ്ങളുടെ വളരെ കെയറിങ് പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പക്ഷെ അത് ഒരു തരത്തിൽ ഇവിടെ എനിക്ക് പോസിറ്റീവ് വൈബാണ് വരുന്നത് നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് പക്ഷേ പ്രാക്ടിക്കൽ കൂടി ഇനി ആവാനുണ്ട്, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യാം എന്ന് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ ഈ അങ്ങോട്ടൊക്കെ കൊടുത്തതിൻ്റെ എനിക്കൊരു വൈബ് തോന്നിയത്, നിങ്ങൾ അങ്ങോട്ട് അത്രയും ചെയ്തതിൻ്റെ, നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹം, എന്ത് തന്നെയായാലും ശരി, എന്ത് എഫേർട്ട് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തോടെ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നണ്ട അതിൽ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് തോന്നണ്ട, അത് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ടത്, പക്ഷെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അതിനെ കുറച്ചുകൂടി മൈൻഡ് ഒന്ന് ഓപ്പൺ ആക്കുക, ഹാർട്ട് ഓപ്പൺ ആക്കുക. ആക്ച്വലി എന്തോ മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ ഏതെങ്കിലും പേഴ്സൻ്റെ മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിൻ്റെ കാര്യത്തിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരിക്കാം. അങ്ങനെ പലതും നിങ്ങൾക്ക് വരുന്നതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഫർത്ത് ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുന്നു എന്ന് തന്നെയാണ്. നല്ല സമയങ്ങൾ വരുന്നു. ഓക്കെ, നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക, നിങ്ങളെല്ലാം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് നിങ്ങൾ ചെയ്തു പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്നാണ്. പ്രോഗ്രസ്, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, ആൻഡ് അതിൻ്റെ തുടക്കം ഇവിടെ എന്തായാലും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോസിറ്റീവ് വൈബ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ സക്സസ്സിലേക്ക് തീർച്ചയായിട്ടും എത്തും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് പക്ഷേ നിങ്ങൾ കാണാനും സ്വീകരിക്കാനും നമ്മുടെ മൈൻഡ് എപ്പോഴും പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാം, ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണ്ട. ഫ്യൂച്ചറിനെ കുറിച്ചും അധികം ആലോചിക്കേണ്ട. ഇപ്പം എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തു പോവാം. ഓക്കെ, സോ യെസ്, ഇവിടെ നല്ല പോസിറ്റീവാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി നോക്കാം. നമുക്ക് ഒറക്കിൾ മെസ്സേജസ് എന്താ വരുന്നത് നോക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഞാനിടുന്ന മോർണിംഗ് മെസ്സേജസ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അത് കാരണം അതിൽ ഞാൻ കുറേ ടിപ്സ് ആൻഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട്.
ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഡെയിലി ഇടുന്നില്ല ഞാൻ, എന്നാലും ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഞാൻ ഇടുന്നുണ്ട് മാക്സിമം. നമ്മൾ ഈ ഒരുപാട് ഓവർ തിങ്കിങ് വരുമ്പോൾ, പേടികൾ മനസ്സിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്തോ നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് മാക്സിമം അതിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റിയാൽ കാണാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് പറയുന്നത്. സ്വാൻ സ്പിരിറ്റ്, ഡോൾഫിൻ സ്പിരിറ്റ്, ബീ സ്പിരിറ്റ്. ഓക്കെ, കൊയോട്ടെ എല്ലാത്തിനും നാളും വന്നിരുന്നു. ഗ്രൗണ്ട് ഹോഗ്, ടൈം ടു ലെറ്റ് ഗോ. ഹോക്ക്, ഹമ്മിങ് ബേർഡ് ആൻഡ് ബ്രൗൺ ബെയർ. വെരി നൈസ്. ഓക്കെ, ഇവിടെ കാണുന്നത് ആദ്യം സ്വാൻ സ്പിരിറ്റ് ആണ്. സ്വാൻ എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അനിമൽസിനെ പോലെ നിങ്ങളാവുക എന്ന രീതിക്കാണ് കേട്ടോ. ഓക്കെ, സ്വാൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിങ്ങനെ അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അതിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് മുങ്ങാങ്കുഴി ഇടാൻ സാധിക്കും എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ ഡീപ്പായിട്ട് പോകാൻ സാധിക്കും അല്ലേ. അപ്പോൾ സ്വാൻ പോലെ ആവാൻ ശ്രമിക്കുക എന്നാണ്. കാര്യങ്ങളിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഡീപ്പായിട്ട് എല്ലാം പഠിച്ച് മനസ്സിലാക്കി മുങ്ങാങ്കുഴി ഇടാൻ തന്നെയാണ് പറയുന്നത്. അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിത്തിരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡോൾഫിൻ സ്പിരിറ്റ്, ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ. ഓക്കെ, ഡോൾഫിൻ വളരെ ഫെയ്ത്ത്ഫുൾ ആണ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, പക്ഷേ ട്രസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇവിടെ ദിസ് ആൻഡ് ദാറ്റ് ആർ ട്രൂ. ഓക്കെ, നിങ്ങൾ എന്താണ് സത്യങ്ങൾ എന്ന് നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഇൻറ്റ്യൂഷൻ്റെ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് നല്ലത്, എന്താണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കാര്യങ്ങളെ നിങ്ങൾ നല്ലത് എന്താണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിനടുത്ത് നിങ്ങൾ അഡ്വൈസ് ചോദിക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബി സ്പിരിറ്റിൻ്റെ സ്വീറ്റ് റിസൾട്ട്സ് നിങ്ങൾ ഇട്ട എഫേർട്ടിന്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇട്ട എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും, ബ്ലെസ്സിങ് വരും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സമയമെടുക്കും, അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. പെട്ടെന്നൊന്നും ആവില്ല, ഓവർനൈറ്റ് നമുക്കൊന്നും കിട്ടില്ല അല്ലേ. കാത്തിരിക്കേണ്ടി വരും, കുറേ മെനക്കെടേണ്ടി വരും, കുറേ ശ്രമിക്കേണ്ടി വരും, കുറേ അതിൻ്റെ ഇടയിൽ വീഴും. പക്ഷെ വിടാതെ വീണ്ടും 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 ഒരു ഹണി ബി എങ്ങനെയാണ്, ഒരു തേനീച്ച എങ്ങനെയാണ്, എത്ര തവണയാണ് ഒരു പൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓരോ സാധനം ഓരോ തവണയും കുറച്ചായിട്ട് ആ പോളൻ എടുത്തുകൊണ്ട് പോകുന്ന നമുക്കറിയില്ലേ, എത്ര ഹാർഡ് വർക്കിംഗ് ആണ് അല്ലേ. എന്നാലും പക്ഷെ അതിൻ്റെ റിസൾട്ട് എത്ര സ്വീറ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്വീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ട്രസ്റ്റ് ഇൻ ഡിവൈൻ ഡീറ്റൂൾസ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തിരിച്ചുവിടുന്നത് ഒരു കറക്റ്റായ വഴിയിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വീഴ്ചകൾ വരും, പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാവുക. ആൻഡ് ഓരോ തവണ നമ്മൾ വീഴുമ്പോഴും അത് നമ്മളെ ഒരു വഴി മാറ്റി വിടുന്നുണ്ടെങ്കിൽ ആ വഴി നമ്മളെ നല്ലതിലേക്ക് എത്തിക്കാനാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക. ടൈം ടു ലെറ്റ് ഗോ ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് റിലീസ് ചെയ്യാൻ. ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചിലത് ചെയ്യേണ്ട ലൈഫിൽ അത് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളതിനെ വിട്ടുകളയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അത് വിട്ടുകളഞ്ഞാലേ നല്ലത് വരുള്ളൂ. സോ ചിലത് റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഹോക്ക് സ്പിരിറ്റ് ആണ്. ലെറ്റ് സ്പിരിറ്റ് ബി യുവർ ഗൈഡ്. ഇത് ഒന്ന് പറയുന്ന യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഹോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈഗിൾ ഹോക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റേ ക്ലൗഡ്സിൻ്റെ മേലേക്ക് പറക്കും എന്ന് പറയും അല്ലേ. ഐ തിങ്ക് ഇതും രണ്ട് സംഭവം വന്നിരുന്നു. നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെയും മേലേക്ക് നിങ്ങൾ ഉയർന്ന് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഹമ്മിങ് ബേർഡാണിത്. ബി ഹിയർ നൗ. ഇപ്പോഴത്തെ മൊമെൻറ്റ് എൻജോയ് ചെയ്യാം. ഞാൻ ഐ തിങ്ക് നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാം. പാസ്റ്റിനെ കുറിച്ച്, നഷ്ടങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വറി ചെയ്യുകയും ചെയ്യരുത്. ഓക്കെ, ഇപ്പം എന്താണോ അതിനെ നമ്മൾ ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് നല്ലത് വരും പിന്നീട് ഫ്യൂച്ചറിലേക്ക്. ഇപ്പോഴത്തെ നമ്മൾ ചെയ്യേണ്ട ജോലികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് ആക്ഷൻസ് എടുത്തേ പറ്റൂ. നമ്മൾ ആലോചിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, ചെയ്തേ പറ്റൂ ചില കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ആലോചിച്ച് വിഷമിച്ചിരിക്കരുതെന്ന് പറയും. ആ വിഷമത്തിൽ നിന്ന് പുറത്ത് വരാനുള്ളത് നിങ്ങൾ ചെയ്യുന്നതിനൊക്കെയാണ് ഞാൻ വേറെ ഷോർട്ട് മെസ്സേജസ് ഇടുന്നത്. മറ്റേ മിസ്റ്റിക്കൽ മോർണിംഗ് മെസ്സേജസ് ഇടുന്നത്. അത് കാണാം. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്, എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുകയെന്ന്. അത് നിങ്ങൾ പക്ഷെ ചെയ്യണം, അത് നിങ്ങൾ തന്നെ ചെയ്യണം. എനിക്ക് പറഞ്ഞു തരാനേ സാധിക്കുള്ളൂ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ബ്രൗൺ ബെയർ സ്പിരിറ്റ്, ടേക്ക് ടൈം ഔട്ട്. ഓക്കെ, കുറച്ച് റിലാക്സ് ആവാൻ പറയുന്നുണ്ട്. ചിലവർക്ക് മേ ബി ഇപ്പോൾ മറ്റേ സെലിബ്രേഷൻ്റെ സമയമല്ലേ, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കൂ, ലീവൊക്കെ അല്ലേ, എൻജോയ് ചെയ്യൂ കുറച്ച്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പണിയിലേക്ക് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ജോലികളിലേക്ക് നമുക്ക് ഇറങ്ങാം.
ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മെസ്സേജ്. വളരെ പോസിറ്റീവായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. എൻജോയ് ചെയ്യൂ. എല്ലാവരും എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കൂ. ആൻഡ് പെരുന്നാളിൻ്റെ ബിരിയാണി സംഭവമൊക്കെ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ പാർസൽ അയക്കാം US വരുവാണെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.